ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് ആരോപിച്ച് ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, ജയിൽ ചാടാൻ സഹായിച്ച വാർഡന്മാരെയും ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥന്മാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. ഇവിടെ ജയിലിൽ വരുന്ന തടവുകാരെ അവർ ഈ ജയിലിലെ ഉദ്യോഗസ്ഥരായി മാറുന്നു. അതേസമയം ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ തടവുകാരായി മാറുന്നു. അതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ സെൻട്രൽ ജയിലിലെ തടവുകാരായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ ക്രിമിനലായി വരുന്ന കൊലക്കുറ്റം ചെയ്ത് കൊലപാതകം ചെയ്ത് വരുന്നവൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരായി മാറുകയാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് ആ കൊടും ക്രിമിനലുകളാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഇവിടുത്തെ ഉപദേശക സമിതി അംഗങ്ങളെ നിങ്ങളെടുത്ത് പരിശോധിക്കണം. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉപദേശക സമിതി അംഗമായിട്ടുള്ള ശ്രീ P. ജയരാജൻ, അദ്ദേഹമാണ് ഒരു ഉപദേശക സമിതി അംഗം. നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു സെൻട്രൽ ജയിൽ ക്രിമിനലുകളെ കൊണ്ടിടുന്ന ഒരു സ്ഥലത്ത് ഒരു ഉപദേശക സമിതി അംഗം എന്ന് പറയുന്നത് ജയരാജൻ. എന്താ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? അദ്ദേഹം കൊടുക്കുന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദചാമിയല്ല എല്ലാ ക്രിമിനലുകളും രക്ഷപ്പെട്ടു പോകും, ഒരു സംശയം വേണ്ട ഉപദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹം രക്ഷപ്പെടുമ്പോൾ നിങ്ങൾ സെൻട്രൽ ജയിലൊന്ന് പരിശോധിക്കണം, നോക്കണം. ഇതിന്റെ ഈ മതിലിന്റെ അവിടെ ചുറ്റ് ഇതുണ്ട്, കമ്പിവേലിയുണ്ട്. അതിന്റെ 2-3 കാര്യങ്ങളാണ്. എങ്ങനെ ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അദ്ദേഹം താമസിക്കുന്ന ആ റൂമിൽ നിന്നും ആ വാർഡിൽ നിന്നും പുറത്തു വരുന്നത്? അത് മുറിച്ചു കളയാനുള്ള ഉപകരണങ്ങൾ ആര് കൊടുത്തു? ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, T. ജയകൃഷ്ണൻ, VP അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് P. ഇന്ദിര, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, കലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി.